കാമക്രോധ ലോഭം മോഹം മതമാത്സര്യാദികൾ വരും നമ്മുടെ ജീവിതത്തിൽ. ധർമ്മത്തോട് കൂടിയിട്ടുള്ള കാമം, ധർമ്മത്തോട് കൂടിയിട്ടുള്ള അതെല്ലാം നമുക്ക് ആർജിക്കുന്നതിന് കുഴപ്പമില്ല. ധർമാർത്ഥ കാമ മോക്ഷം, അപ്പം എല്ലാം നമുക്ക് ഈ ലോകത്തു നിന്ന് ആഗ്രഹിക്കാം. അത് ജസ്റ്റ് ആവശ്യപ്പെട്ടാൽ മതി യൂണിവേഴ്സിനോട്. അല്ലാതെ നമ്മൾ യാചിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾക്കത് തരാൻ യൂണിവേഴ്സ്, നമ്മുടെ മോഹം ബാക്കിയാലാണ് പിന്നെ ജന്മം. വീണ്ടും വീണ്ടും നമ്മൾ മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ആ സ്വത്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ സ്വത്തിന് വേണ്ടി അടുത്ത ജന്മം ജനിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾക്കെല്ലാം തീർന്നു. സംതൃപ്തിയാണെങ്കിലോ ഉയർന്ന മണ്ഡലത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ആത്മാവ് ജന്മം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം നാരദ മഹർഷിയുടെ കഥ പറഞ്ഞ പോലെ മായയിലകപ്പെട്ട് അവർ മറന്നു പോവുക. ചക്ര ഹീലിംഗ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എങ്ങനെയാണ്? അതും ഇതേ രീതി തന്നെയാണോ? ചക്ര ഹീലിങ്ങിൽ ഞാൻ ഈ കോമ്പിനേഷൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ ഞാനിതൊരു പരീക്ഷണാർത്ഥം എൻ്റെ ഉള്ളിൽ തോന്നിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ നാഡീ ജ്യോതിഷം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു സിദ്ധിയുണ്ട്. ആ സിദ്ധി അനുസരിച്ച് മകള് ധൈര്യമായിട്ട് പോവുക എന്നാണ് അഗസ്ത്യമുനി പറയുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം നമുക്ക് ഇൻഡ്യൂഷൻസ് ദൈവം തരുവാണ്. നമുക്ക് ഇതാണ് നിയോഗം. അപ്പോൾ ഇൻഡ്യൂഷൻസ് ദൈവം തരുമല്ലോ. തരുമ്പം നമ്മൾ ഈ വെറുതെ അന്ധമായിട്ട് ഈ മെത്തേഡ്സ് ഒന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ ഇതിൻ്റെ കോമ്പിനേഷൻസാണ് നോക്കുന്നത്. ഏത് രീതിയിൽ ചെയ്താൽ ഒറ്റ ഹീലിങ്ങിലൂടെ ആ വ്യക്തിക്ക് പരമാവധി അവരുടെ പ്രശ്നങ്ങൾ മാറ്റാം. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഏത് ചക്രത്തിനാണ് പ്രശ്നം എന്നെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അത് ഈ സ്കാനിങ് എന്ന് പറയുന്നത് കൂടുതലും പ്രാണി ഹീലിങ്ങിലാണ് മെയിനായിട്ട്. ഞാൻ പ്രാണി ഹീലിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു ദോഷമായിട്ട് ഞാൻ കണ്ടെത്തിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ഹീലിംഗ് കൊടുക്കുമ്പോൾ റേക്കി എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഡിവൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ബോധപൂർവമായിട്ടുള്ള എനർജിയാണ്. അപ്പം ഈശ്വരൻ്റെ എനർജി നമുക്ക് എവിടെയാണോ പ്രശ്നം അവിടെ അത് കറക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഗ്രൂപ്പിൽ ആദ്യ കാലത്തിൽ ചേർന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അപ്പം നിന്ന് ജോലി ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ തടിച്ചു വീർത്തിരിക്കും, ഭയങ്കര പെയിനാണ്, വൈകിട്ട് വന്നാൽ കിടക്കുക അല്ലാതെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ ഇദ്ദേഹം റേക്കി ക്ലാസ്സിന് ചേർന്നിട്ട് ഇദ്ദേഹത്തിന് തലയിൽ ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ കൈവച്ചിട്ടാണ് ഹീലിംഗ് പഠിപ്പിക്കുന്നത്. ആ ഒരു രീതി മെത്തേഡിലാണ് സെൽഫ് ഹീലിംഗ് പഠിക്കുന്നത്. നമുക്കിത് മൈൻഡ് കൊണ്ട് ചെയ്യാം കേട്ടോ. ഞാനിരുന്ന് മൈൻഡ് കൊണ്ടാണല്ലോ ചെയ്യുന്നത്, ആരെയും ടച്ച് ചെയ്തുള്ള ഹീലിംഗ് അല്ല. അപ്പോൾ നമുക്കല്ലാതെ ആണെങ്കിൽ നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ല. നമ്മൾ നേരിട്ട് ടച്ച് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ടച്ച് ചെയ്ത് നമുക്ക് ഹീൽ ചെയ്യാം. അപ്പം അദ്ദേഹത്തിന് കൈ തലയിൽ വെക്കുമ്പോൾ, അതായത് ആ സഹസ്രാര പത്മത്തിൽ ക്രൗൺ ചക്രയിൽ വെക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലിലാണ് വൈബ്രേഷൻ വരുന്നത്. എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? കാലിൽ ആ വെരിക്കോസ് വെയിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ആ വെരിക്കോസ് വെയിൻ മാറാൻ തുടങ്ങി. പിന്നെ വൈകിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഓടിച്ചാടിയാണെന്ന് വീട്ടിലേയും ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് ഹീലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ക്രൗൺ ചക്രയെ കൈ വെക്കുമ്പോൾ ആ എനർജി സ്വാഭാവികമായിട്ട് എവിടെയാണ് പ്രശ്നം കണ്ടെത്തി ഹീൽ ചെയ്യുന്ന ആരാ? ആ ഒരു പ്രപഞ്ചശക്തിയല്ലാതെ മറ്റാരാ? അപ്പം നമുക്ക് പക്ഷേ പ്രാണി ഹീലിങ്ങിലുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്ത് എവിടെയാണ് രോഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തിയാൽ നമുക്ക് കറക്റ്റായിട്ട് എനർജി കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എനർജി കുറഞ്ഞു പോയാൽ നമുക്ക് അവിടെ ആ അസുഖം മാറാതെ കിടക്കും. കൂടിപ്പോയാലോ ചിലപ്പോൾ ബോധക്ഷയം വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതത്ര എൻ്റെ ഒരു നോട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം, ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഹീലിങ്ങിലൂടെ ഞങ്ങൾ മാറ്റിത്തരാം. അങ്ങനെ ഒരുപാട് പേരെങ്കിൽ കൂടുതൽ ഇതിനെ ഒരു പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇപ്പോഴ് നമ്മൾ ഇത്ര ദിവസം കൊണ്ട് മാറ്റിത്തരാമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസത്തിലില്ല. ഞാൻ അത്രയും പവർഫുള്ളായിട്ട് ഹീൽ ചെയ്യുന്നു എന്ന് എൻ്റെ ശിഷ്യരും ആ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ എക്സാമ്പിൾസ് എൻ്റെ ഗ്രൂപ്പിൽ ഹീലിംഗ് മിറക്കിൾസ് എന്നും പറഞ്ഞ് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലുണ്ട്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ നമുക്ക് ഒരാളിൻ്റെ ഇത്ര സിറ്റിംഗ് എന്ന് കൃത്യം പറയാനൊക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞല്ലോ പല കോമ്പിനേഷൻസിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഹീലിങ്ങിൽ തന്നെ മാറ്റാൻ ഒക്കുമോ എന്നുള്ളതാണ് എൻ്റെ പരീക്ഷണം. അപ്പോൾ ഒരു ഹീലിങ്ങിൽ മാറിയ ഒരുപാട് ആളുകളാണ് ഉള്ളത്. ഇവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് മെൻ്റലി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമോ? ഇല്ല, ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് മെൻ്റലി വളരെ സ്ട്രോങ്. അവരെ കൂടുതലായിട്ട് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിനെ കൂടെ ഹീൽ ചെയ്യുന്നത്. അതായത് മെൻ്റലി സ്ട്രോങ് ആവാൻ, ബോൾഡ് ആവാൻ, ഹാപ്പി ആവാൻ,
എല്ലാ തരത്തിലും അവരുടെ മൈൻഡ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ, സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെങ്കിൽ, വളരെ വീക്കാണെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അവർ പിന്നെ ഒരു പുതിയൊരാളാണ്. അങ്ങനെ മാറ്റി പിന്നെ പുതിയൊരാളായിട്ട് പുതിയൊരാളാണ്. അതായത് ഭയങ്കര വീക്കായിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കും, എല്ലാം മറന്നു പോകും, എപ്പോഴും കരച്ചിലും ടെൻഷനും ഭയങ്കര ഒരു ഇതൊക്കെയുള്ള കുട്ടികളെയൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള പേരൻസ് ഉണ്ടല്ലോ, അവർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ഹീൽ ചെയ്യിപ്പിക്കും എന്നെ കൊണ്ട്. അപ്പോൾ അവർ നല്ല ഹൈ മാർക്സ് വാങ്ങിക്കും, അവർ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുകയും അവരുടെ മൈൻഡ് സെറ്റ് മാറി ഹാപ്പി ആവുന്നു. ഈ ഒത്തിരി കഷ്ടതയിൽ ശരീരം മൊത്തം വേദന കൊണ്ട് അനങ്ങാൻ വയ്യാതെ വേദനയെല്ലാം കൊണ്ട് നിരാശയിൽ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞുള്ള ആളുകളെ ഒറ്റ ഹീലിങ്ങിലൂടെ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റും. അവർ വളരെ ഹാപ്പി ആവുന്നുള്ള മാത്രമല്ല, ഈ വേദന എങ്ങോട്ട് പോയെന്നറിയുന്നില്ല. അപ്പം അതൊരു സമൂഹത്തിനൊരു, പക്ഷേ ഒരു കാര്യം മാത്രം, നമുക്ക് ആയുസിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ പറ്റത്തില്ല. ബാബാജിയൊക്കെ 2000 കൊല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് സ്വയം നമ്മളെ അങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ പറ്റും. ശരീരത്തിൽ നമ്മുടെ ഇതുപോലെ ഒരുപാട് പ്രാണായാമ ടെക്നിക്സൊക്കെ നമുക്ക് ചെയ്ത് ഒരുപാട് അതിന് ഒത്തിരി നമ്മുടെ മൈൻഡ് സെറ്റ് ഒത്തിരി മാറ്റേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ നെഗറ്റിവിറ്റികളൊക്കെ ക്രമേണ മാറ്റണം, അല്ലാതെ ആ തലത്തിലൊന്നും എത്തത്തില്ല. പിന്നെ അതിന് ഒരു നിയോഗമുണ്ട് എന്ന് വെച്ചാൽ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ഒരു ബാലൻസ് ആണല്ലോ ഈ പ്രപഞ്ചത്തിലുള്ളത്. അപ്പം അതിൽ സാത്വിക ഗുണമുള്ളവരും നമുക്ക് ഈ ലോകത്തുണ്ടായിരിക്കണം. അതിനുവേണ്ടി അവരെയൊക്കെ അത്രയും നാൾ ജീവിപ്പിക്കുന്നത് അവിടെ ഉണ്ടെന്ന് പറയാം. അപ്പം ഒരു മനുഷ്യൻ്റെ ആയുസ് കഴിഞ്ഞാൽ അവർ പോകണം, പിന്നെ അവരുടെ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവും. പിന്നെ അവർക്ക് നല്ലൊരു ബർത്ത് അടുത്ത ഇതിലെടുക്കാം വേണമെങ്കിൽ. അവരെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ജന്മം എടുക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളും ഒക്കെ ആഗ്രഹിച്ചിട്ടാണ്. കാരണം ഭൂമിയിൽ സ്പിരിച്വൽ പ്രോഗ്രസ് പെട്ടെന്ന് കിട്ടും, അവിടെ വളരെ സ്ലോ പ്രോസസ്സായിരിക്കും എന്നാണ് പറയുന്നത്. ഈ പരലോക നിയമത്തിൽ പറയുന്നുണ്ടല്ലോ ഭവനാഗിരിയുടെ ആ ബുക്കിൽ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്ലോ പ്രോസസ്സിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ആ അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ വിചാരിക്കും ഭൂമിയിൽ ജനിച്ച് കഴിയുമ്പോൾ ഇവിടെ ഭൂമിക്ക് നെഗറ്റീവ് വൈബ്സാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി, കുറച്ച് നല്ല എളുപ്പത്തിൽ ഒത്തിരി പോസിറ്റീവ് ആവും നമുക്ക്. അപ്പം നമുക്ക് അടുത്ത ഉയർന്ന മണ്ഡലത്തേക്ക് പോകാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ആത്മാവ് ജന്മം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം നാരദ മഹർഷിയുടെ കഥ പറഞ്ഞ പോലെ മായയിലകപ്പെട്ട് അവർ മറന്നു പോവുക. പിന്നെ അവരെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അവർ ഇതാണ് ലോകം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ചു പോവുക. അപ്പോൾ എന്താണ്, എല്ലാ ഷഡ്വൈരികളും വരും. പിന്നെ കാമക്രോധ ലോഭം മോഹം മതമാത്സര്യാദികൾ വരും നമ്മുടെ ജീവിതത്തിൽ. വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് റിയൽ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? നാളെ നമ്മൾ മരിക്കുമെന്നുള്ള ബോധം ഉണ്ടായാൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇല്ല. എല്ലാ ദിവസവും നമ്മൾ മരണത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പോഴും നമുക്ക് തോന്നും നാളെ മരിച്ചുകൊണ്ട മനുഷ്യനാ എന്തിനാണ് ഈ, ഇല്ലേ? അങ്ങനെ വിചാരിക്കാമല്ലോ. അതെ. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരോടുള്ള ജലസ്, അത് നമ്മൾ സ്വയം ഉയരാൻ വേണ്ടി കുറച്ച് പിന്നെ ധനം മോഹിച്ചാലും അതിനകത്ത് നമുക്കിപ്പോൾ കാമക്രോധ മോഹ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് പുരുഷാർത്ഥങ്ങളെന്ന് പറയും. പുരുഷാർത്ഥങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ധർമ്മത്തോടു കൂടിയുള്ള അർത്ഥം, ധർമ്മത്തോടു കൂടിയിട്ടുള്ള കാമം, ധർമ്മത്തോടു കൂടിയിട്ടുള്ള അതെല്ലാം നമുക്ക് ആർജിക്കുന്നതിന് കുഴപ്പമില്ല. ധർമാർത്ഥ കാമ മോക്ഷം. അപ്പം മോക്ഷത്തിന് നമുക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഈ ലെവലെല്ലാം കടന്നു പോകണം. അതായത് നമുക്ക് ധനം സമ്പാദിക്കാം. ആർക്കും ഈ ലോകത്തിൽ നമ്മൾ പിറന്നു വീണപ്പം നമുക്ക് ദൈവം നമുക്ക് നൽകാൻ തയ്യാറായിട്ടുള്ളതെല്ലാം സ്വീകരിക്കുന്നതിനോ നമ്മളതിൽ എൻജോയ് ചെയ്യുന്നതിനോ നമ്മൾ ആസ്വദിക്കുന്നതിലൊന്നും ഒരു തകരാറും ഇല്ല. യഥാർത്ഥത്തിൽ ഒരു തെറ്റുമില്ല. നമുക്ക് ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ബംഗ്ലാവ് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉയരണം, കടവില്ലാതെ ജീവിക്കണം, പല മോഹമല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ഈ ലോകത്ത് നിന്ന് ആഗ്രഹിക്കാം. അത് ജസ്റ്റ് ആവശ്യപ്പെട്ടാൽ മതി യൂണിവേഴ്സിനോട്. അല്ലാതെ നമ്മൾ യാചിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾക്കത് തരാൻ യൂണിവേഴ്സ് പിന്നെ നമ്മൾ ഡിസേർവ്ഡാണ്. യൂണിവേഴ്സ് അത് ചെയ്തു തരേണ്ടതാണ്. പക്ഷേ നമ്മളത് ധർമ്മത്തിലൂടെ ആയിരിക്കണം. എല്ലാം ധർമ്മത്തിലൂടെ ആണെങ്കിൽ നമുക്ക് എത്ര രീതിയിൽ വേണമെങ്കിലും ഉയരുന്നതിനോ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല. വേറൊരാളിനെ ദ്രോഹിച്ചുകൊണ്ടാവരുത്, അത്രേ ഉള്ളൂ.
മറ്റുള്ള ഒരാളിന് ദ്രോഹമില്ലാതെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ലത് തന്നെയാണ്. നമുക്ക് എൻജോയ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് മോക്ഷത്തിന് തടസ്സവും ഇല്ല. മോക്ഷം എന്ന് വെച്ചാൽ എന്താണ്? മോഹം ക്ഷയിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും കൂടി ഇല്ലാതാവണം. അപ്പോൾ യഥാർത്ഥത്തിൽ മോക്ഷം കിട്ടുന്നവർക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എല്ലാം തീർന്ന് നമ്മുടെ കടം വീട്ടുക എന്നുള്ളതാണ് ഒരു പർപ്പസ്. നമ്മുടെ ലൈഫ് പർപ്പസ്, നമ്മുടെ മിഷൻ അല്ലെങ്കിൽ നമ്മുടെ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കുക എന്നുള്ളത് 2ാമത്. 3ാമത് നമ്മുടെ മോഹങ്ങൾ തീർക്കണം. നമ്മുടെ മോഹം ബാക്കിയാലാണ് പിന്നെ ജനനം. വീണ്ടും നമ്മൾ മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ആ സ്വത്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ സ്വത്തിന് വേണ്ടി അടുത്ത ജന്മം ജനിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾക്കെല്ലാം തീർന്നു, സംതൃപ്തിയാണെങ്കിലോ അങ്ങനെയുള്ളവർക്ക്. അപ്പം ലാസ്റ്റ് ജന്മക്കാരെന്ന് പറയുന്നത് എല്ലാ ആഗ്രഹങ്ങളും തീർന്നു പോകുന്നവരുമാണ്. എൻ്റെത് ലാസ്റ്റ് ജന്മമാണെന്ന് പറയുന്നത്. ആഗ്രഹങ്ങളും കൂടെ തീരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് സംസാരിക്കാം. രാഹുലിനെ പരിചയപ്പെട്ടതും പിന്നെ ഇവിടെ അബാക് മീഡിയയുടെ സ്റ്റാഫിനെ പരിചയപ്പെട്ടതും പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്ത അരുൺ ഷാജിയാന്ന് തോന്നുന്നില്ലേ, അരുൺ ഷാജിക്കും എല്ലാം ഞാൻ നിങ്ങളെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്നെക്കാളുപരി എൻ്റെ സ്റ്റുഡൻസാണ്. അവർക്ക് വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.